ശിവപ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്ന വിഷയം എന്ന് വെച്ചാൽ ശാപദോഷങ്ങളൊന്നും ഏൽക്കാതെ ഭഗവാന്റെ പ്രത്യേക പ്രൊട്ടക്ഷനുള്ള ചില നക്ഷത്രക്കാരെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ശാപങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പലതരത്തിലുള്ള ശാപങ്ങളാകും. ചിലർ വെറുതെ ഇരുന്ന് നമ്മൾ ഓരോ കുറ്റം പറയുന്നത് അതൊക്കെ നമുക്ക് ശാപമായിട്ട് വരാം. അപ്പോൾ അതുപോലെ അങ്ങനെ പലതരത്തിൽ എത്ര തരത്തിലാരും നമ്മളെ ശാപ വേർഡ്സോ അല്ലെങ്കിൽ ആയിട്ട് പറയുകയോ ഒക്കെ ചെയ്താലും ഭഗവത് കൃപയാൽ അവർക്ക് ജന്മനാ തന്നെ ഭഗവാന്റെ ഒരു ചൈതന്യവും കൊണ്ടും പവിത്രമായ മനസ്സുകൊണ്ടും ഒക്കെ തന്നെ അവരുടെ ആ മനസ്സിൻ്റെ നന്മ കൊണ്ടും ഒക്കെ അവർക്ക് ആ ദോഷങ്ങൾ ഏൽക്കില്ല. അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് നക്ഷത്രക്കാരെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതിൽ ഒന്നാമത്തെ നക്ഷത്രം മകയിരം നക്ഷത്രമാണ്. രണ്ടാമത്തത് തിരുവാതിര, അടുത്ത നക്ഷത്രം പൂയാണ്. അതിനുശേഷം വരുന്ന അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രട്ടാതിയാണ്. പിന്നീട് രേവതി. ഈ നക്ഷത്രങ്ങളാണ് ആരുടെയും ആര് ഇവരെ ശപിച്ചാലും അതവർക്ക് ഏൽക്കാതെ ഭഗവാൻ പ്രത്യേകിച്ച് സംരക്ഷിക്കുന്ന നക്ഷത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മകയിരം നക്ഷത്രം എന്ന് പറയുന്നത് മകയിരക്കാരുടെ ഒരു പ്രത്യേകതയാണ്. അവരുടെ സ്വഭാവശുദ്ധി തന്നെ ആണ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ആ സ്വഭാവശുദ്ധി കൊണ്ട് തന്നെ അവർക്ക് എത്ര തരത്തിൽ, അതായത് അവർക്ക് പുറത്തൊരു സ്വഭാവം അകത്തൊരു സ്വഭാവമില്ല, അവർ കോമൺലി ഒരു ക്യാരക്ടർ തന്നെയുള്ളൂ. അപ്പോൾ ആ സ്വഭാവത്തിൻ്റെ നന്മ കൊണ്ട് തന്നെ, അപ്പോൾ അങ്ങനെ നന്മയുള്ളവരുടെ കൂടെ എപ്പോഴും ആരുണ്ട്? ഭഗവാനുണ്ട് അല്ലേ? അപ്പം ആ മനസ്സിൻ്റെ നന്മ കൊണ്ട് തന്നെയാണ് അവർക്ക് ആ ഒരു പ്രൊട്ടക്ഷൻ ഭഗവാൻ കൊടുക്കുന്നത്. അതുപോലെ തന്നെയാണ് തിരുവാതിര നക്ഷത്രക്കാരും അവർക്ക് തെറ്റെന്ന് തോന്നിയാൽ അത് മുഖത്ത് നോക്കി അവർ പറഞ്ഞിരിക്കും. അത് അവരുടെ നേച്ചറാണ്. അപ്പോൾ അല്ലാതെ ഉള്ളിൽ അവരൊന്നും വെക്കാറില്ല. അതുപോലെ തന്നെ അവർക്ക് ജന്മനാ തന്നെ രാഹുവിൻ്റെ ഒരു സംരക്ഷണം വളരെ കൂടുതലായിട്ടുണ്ട്. അതായത് തിരുവാതിര എന്ന് പറയുന്നത് ആരുടെ നാളാണ്? സാക്ഷാൽ മഹാദേവൻ്റെ നാളാണ് തിരുവാതിര. അതുകൊണ്ട് തന്നെ നാഗദൈവങ്ങളുടെ, രാഹു എന്ന് പറയുന്നത് നാഗദൈവങ്ങളുടെ ഇതാണ്. അപ്പോൾ നാഗദൈവങ്ങളുടെ ഒരു പ്രത്യേക അനുഗ്രഹവും രാഹുവിൻ്റെ പ്രത്യേക സപ്പോർട്ടും എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് നാഗദൈവങ്ങളെ പ്രീതിപ്പെടുത്തിയാൽ നമുക്ക് രാഹു ദോഷമൊന്നും വലുതായിട്ട് ഏൽക്കാറില്ല. അതുകൊണ്ടാണ് പറയുന്നത് രാഹുവിൻ്റെ സംരക്ഷണം കൂടെ ഇവർക്കുള്ളത് കൊണ്ടാണ് ഇവർക്ക് മറ്റുള്ളവരുടെ ശാപവാക്കുകളൊന്നും ഏൽക്കാത്തത്. അതുപോലെ തന്നെ അടുത്ത നക്ഷത്രമാണ് പൂയം നക്ഷത്രം എന്ന് പറയുന്നത് അവർ വളരെ നിഷ്കളങ്കരാണ്. ഇന്നസെൻസ് എന്ന് പറയാം. അതായത് അവർ അപ്പോഴും ആരെന്ത് പറയുന്നു അത് വിശ്വസിക്കുക, അതാണ് വലുതെന്ന് പറഞ്ഞ് അങ്ങനെ നടക്കുക, അങ്ങനെയുള്ളവരാണ്. അല്ലാതെ അവരും ഇതുപോലെ തന്നെ മനസ്സിലൊന്ന് വെക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുകയോ ഇതൊന്നും ചെയ്യാറില്ല. തെറ്റെന്ന് കണ്ടാൽ അപ്പോൾ അവിടെ തെറ്റെന്ന് പറയും. അങ്ങനെയുള്ള നിഷ്കളങ്കരായ ആളുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള പൂയം നക്ഷത്രത്തിനും ആ നിഷ്കളങ്കതയുടെ ബലമായിട്ടാണ് അവർക്കും ഭഗവാന്റെ സംരക്ഷണം. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രട്ടാതി നക്ഷത്രമാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാർക്കും വളരെയധികം ദൈവീയതയും ആത്മീയതയും ഒക്കെയുള്ള ഒരു നക്ഷത്രമാണ് ഉത്രട്ടാതി നക്ഷത്രം എന്ന് പറയുന്നത്. അവർക്ക് ദൈവവിശ്വാസം അല്പം കൂടുതലായിരിക്കും. ഇവർ മനുഷ്യഗണത്തിൽ പെടുന്ന നക്ഷത്രമാണല്ലോ. അപ്പോൾ ഇവർക്ക് ദൈവവിശ്വാസങ്ങൾ വളരെ കൂടുതലായതുകൊണ്ട് തന്നെയും ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യരായതുകൊണ്ടും ദൈവത്തിൻ്റെ ഒരു പ്രത്യേക സപ്പോർട്ട് ഇവർക്കുണ്ടാവും. അതുകൊണ്ട് തന്നെ ശാപവാക്കുകൾ ആര് തന്നെ ഇരുന്ന് ഇവരെപ്പറ്റി പറഞ്ഞാലും അതൊന്നും ഇവർക്ക് ഏൽക്കാറില്ല. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രക്കാരും ഇതുപോലെ തന്നെയാണ്. അവർക്ക് നെഗറ്റീവ് എന്ന് തോന്നുന്ന കാര്യം അവർ മുഖത്ത് നോക്കി പറയും. പക്ഷേ അവരുടെ ഉത്തരവാദിത്തങ്ങൾ, ഒരു കാര്യം ഉത്തരവാദിത്തപരമായിട്ട് അവർ ഏറ്റെടുത്താൽ അത് കൃത്യമായിട്ട് ചെയ്യുകയും അതുപോലെ തന്നെ സ്നേഹവും ദയയും ഒക്കെയുള്ള ഒരു നല്ല നക്ഷത്രമാണ് രേവതി നക്ഷത്രം എന്ന് പറഞ്ഞാൽ. അവരുടെ ഈ നന്മ കൊണ്ടും അവരുടെ ഈ കൃത്യനിഷ്ഠ കൊണ്ടും ആണ് ഭഗവാന്റെ ഒരു സപ്പോർട്ട് അവർക്കുള്ളത്. അതുപോലെ തന്നെ വിട്ടുപോയ മറ്റൊരു നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രം. തിരുവോണം നക്ഷത്രക്കാർക്കും ഭയങ്കര എത്ര തരത്തിലുള്ള ശാപങ്ങളുണ്ടെങ്കിലും അതവരെ ബാധിക്കത്തില്ല. കാര്യം മഹാവിഷ്ണുവിൻ്റെ തന്നെ നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ പ്രത്യേക സപ്പോർട്ട് അവർക്ക് എപ്പോഴും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ആ നക്ഷത്രക്കാരെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. Bye.